നമസ്കാരം. നമഃശിവായ. ഞാൻ കെ നമ്പൂതിരിയാണ്. പലപ്പോഴും പലരും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഞാനിപ്പോൾ എടുത്തു പറഞ്ഞേ ഉള്ളൂ. മുഴുവൻ എൻ്റെ വാക്കല്ല. അതിലൊരാൾ ചോദിച്ചതാണ്, ശ്രീ മഹാദേവന് 2 പത്നിയുണ്ടല്ലോ. നമ്മുടെ ശരീരത്തിലുള്ള പിംഗള നാഡിയുടെ ഭാവമാണ് അത്. നേണ പിരിഞ്ഞ് നട്ടലിന് ചുറ്റുമുണ്ടെന്ന് പറയുന്ന പിംഗള നാഡിയുടെ ബലമായിട്ടാണ് സ്ത്രീയെ സങ്കല്പിച്ച് പുരുഷനിൽ ലയിപ്പിച്ച് കാണിച്ചിട്ടുള്ളത് വേദപുരാണങ്ങളിൽ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ശ്രീ പാർവതിയും ഗംഗയും പിംഗള നാഡി സങ്കല്പങ്ങളായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ പുരുഷനെ തന്നെ ലയിച്ച മഹാശക്തികളാണ്. എന്നാൽ ഒന്നുകൂടി പറയാമെന്താണ്, ശക്തിയില്ലാതെ ഒന്നും ചലിക്കാൻ പറ്റില്ല, ശിവമില്ലാതെ ശക്തിക്ക് പ്രവർത്തിക്കാനും പറ്റില്ല എന്ന് പറയാറുണ്ട്. ശിവം എന്നുള്ളതിന് മംഗളകരമായതും ഈ ലോകം നിറഞ്ഞു നിൽക്കുന്നതെന്നും അർത്ഥമുണ്ട്. ശക്തിയെ ശക്തിയായി തന്നെ കണക്കാക്കണം. എന്തിനേയും മൂവ് ചെയ്യിക്കാനുള്ള അല്ലെങ്കിൽ എന്തിനേയും സൃഷ്ടിക്കാനോ ഇതിനുള്ള ശക്തിയായിട്ടാണ്. അപ്പോൾ ഒരു ജഡത്തെയും ജീവനുള്ളതാക്കി മാറ്റുന്ന ശക്തിയാണ്. അപ്പോൾ എന്നാൽ ഒരു പുതിയൊരു വസ്തു ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ശിവം വേണം. അപ്പോൾ ശിവവും ശക്തിയും ചേർന്നത് മാത്രമേ പ്രപഞ്ചത്തിൽ നിലനിൽപ്പുള്ളൂ. അപ്പോൾ നട്ടെല്ലിനോട് ചേർന്ന് പിംഗള നാഡീബലങ്ങളോട് കൂടി നിൽക്കുന്ന ആ ശിവശക്തി ചൈതന്യത്തെ ആണ് പ്രധാനമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ വിവിധ ഭാവങ്ങളിൽ അതിൽ നിന്ന് ഉത്ഭവിച്ച പല ശക്തികൾ, ഭാവങ്ങൾ, ഭാഷകൾ തന്നെയല്ലേ ബാക്കിയെല്ലാം നമ്മൾ സേവിക്കുന്നത്. ലോകത്തിലെ സർവരും സേവിക്കുന്നത് ശിവനെ തന്നെയാണെന്ന് പറഞ്ഞൂടെ. ഓരോരുത്തരുടെ ഭാഷയിൽ ഈശ്വരനെ സങ്കല്പിച്ച് വരുമ്പോഴും അതൊരു ശൈവ ചൈതന്യ ഭാവത്തിലേക്ക് കൊണ്ടുപോകും. അവസാനം എത്തിച്ചേരും. ചന്ദ്രക്കല ചിന്തിച്ചാലും, ഭസ്മമായി ചിന്തിച്ചാലും, ഏതൊരു രൂപത്തിൽ ചിന്തിച്ചാലും, കഴുത്തിൽ കിടക്കുന്ന നാഗങ്ങളെ ചിന്തിച്ചാലും എല്ലാം തന്നെ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ മന്ത്രമായി പറയുന്ന ഗായത്രി അല്ലെങ്കിൽ ചിന്താമണി മന്ത്രങ്ങൾ, നമുക്ക് എന്തും നൽകാൻ കെൽപ്പുള്ള ചിന്താമണി മന്ത്രം എന്നാണ് പറഞ്ഞത്. ആ ചിന്താമണി മന്ത്രം അർദ്ധനാരീശ്വര മന്ത്രമാണ്, ശിവശക്തി മന്ത്രമാണ്. ഈ ലോകത്തിൽ ആര് തന്നെ മഹത്വമായിട്ട് എന്ത് നേടിയിട്ടുണ്ടെങ്കിലും അത് ശൈവോപാസനയിലൂടെയാണെന്ന് പറയേണ്ടി വരും. ശിവോപാസനയുടെ ബലമായിട്ടാണ് ബാക്കിയുള്ളതൊക്കെ നേടിയത്. ആ ശിവോപാസകർക്കും അഹങ്കാരം വരാതെ നോക്കണമെന്നേ പറയാറുള്ളൂ. എല്ലാം മഹാദേവനാണ് എന്ന് സങ്കല്പിച്ച് പൂജിക്കാൻ കഴിഞ്ഞാൽ പൂർണ്ണമായി തീരും. അത് നമുക്കത് സാധിക്കാതെ പോകുന്നതാണ് വിഷയങ്ങൾ പലതും. മഹാദേവൻ്റെ അംശത്തിൽ നിന്നുണ്ടായിട്ടുള്ള, മഹാദേവൻ്റെ ഇച്ഛ കൊണ്ടുണ്ടായിട്ടുള്ള എന്നൊക്കെ പറയപ്പെടുന്ന ഓരോ മൂർത്തിഭാവങ്ങളെയും നമ്മൾ സേവിക്കുന്നത് കൊണ്ട് നമുക്ക് ഓരോ ഗുണഗണങ്ങളും നമുക്കുണ്ടാവുന്നുണ്ട്. ഓരോ ഭാവങ്ങളുണ്ട്. വശ്യത്തിനൊരു മൂർത്തിഭാവം ഉണ്ടാവുന്നുണ്ട്, സംഹാരത്തിനൊരു മൂർത്തിഭാവം ഉണ്ടാവുന്നുണ്ട്. കാമദേവനെ സംഹരിച്ചതും മഹാദേവനാണ്. പുനഃസൃഷ്ടി കൊടുക്കാനായിട്ട് ശ്രീകൃഷ്ണൻ അനുവാദം കൊടുത്തതും അതിനുവേണ്ടി ചെയ്തതും മഹാദേവനാണ്. ത്രിലോകവിജയിയായിട്ട് രാവണനെ മാറ്റിയതും മഹാദേവനാണ്. അതേ രാവണനെ വധിക്കാനായിട്ട് ശ്രീരാമന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതും മഹാദേവനാണ്. ഹനുമാൻ്റെ രൂപത്തിൽ വന്നിട്ടും അല്ലാതെ മഹാദേവൻ്റെ പൂജയായി ചെയ്തതിൻ്റെ ബലത്തിലും ചെയ്തു കൊടുത്തതും മഹാദേവൻ തന്നെയാണ്. അപ്പോൾ സർവരെയും കൃഷ്ണനും ഏറ്റവും വലിയ ഗുരുവായി കൊണ്ടു നടന്നിരുന്നത് മഹാദേവനെയാണ്. വൈഷ്ണവാവതാരമായ പരശുരാമൻ പൂജിച്ചേർന്നതും കൂടെ കൊണ്ടു നടന്നിരുന്നതും ക്ഷത്രിയ നിഗ്രഹത്തിന് കാരണമായി തീർന്നതും ഒക്കെ മഹാദേവൻ്റെ അനുഗ്രഹമാണ്. ഇതിൽ പറയുന്ന പോലെ പഞ്ചപാണ്ഡവരിൽ അർജുനൻ യുദ്ധം ജയിക്കാൻ വേണ്ടി വന്ന ഏറ്റവും മഹത്തമായ പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ചതും മഹാദേവനാണ്. മഹാദേവൻ്റെ ലീലകളിൽപ്പെട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നതും. സുഖദുഃഖ സന്തോഷങ്ങളെയെല്ലാം മഹാദേവനിൽ അർപ്പിച്ച് മഹാദേവൻ്റെ വിവിധ ഭാവങ്ങളിൽ അല്ലെങ്കിൽ മഹാദേവൻ നമുക്കായി തന്നിട്ടുള്ള ദേവതാ സങ്കല്പങ്ങളെ, ദീപങ്ങളെ ആശ്രയിച്ച് നമ്മളിൽ ആത്മദീപം ഉണർത്തിയാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നടത്തിക്കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായൊരു മഹത്വം എന്തായാലും ഉണ്ട്. ഇത് അഷ്ടമൂർത്തി ക്ഷേത്രം സിദ്ധജ്യോതിഷാലയത്തിൽ നിന്നുള്ള ഇന്നത്തെ അഭിപ്രായമാണ്, ഗുരുവാണിയാണ്. എനിക്കെൻ്റെ ഗുരു പറഞ്ഞെന്ന വാചകം നിങ്ങളോട് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചില വാചകങ്ങൾ എൻ്റേതായിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമഃശിവായ.